ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചോക്ലേറ്റ് മിറർ ഗ്ലേസ് കേക്കാണ്. നല്ല കണ്ണാടി പോലെയുള്ള എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ടിന്നാണ് റെഡിയാക്കി വെക്കുന്നത്. കേക്ക് ടിന്നിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഉള്ളിലും കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറാണ് ഞാനിപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് സൈഡിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനങ്ങനെ വെച്ച് കൊടുക്കാറില്ല. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് കളറുള്ള കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ ഇത്. അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡയും 1 സ്പൂണോളം ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടുന്ന വീഡിയോ മിസ്സായി പോയതാണ്. 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടി 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഇതിലെ കട്ടകളൊക്കെ മാറി കിട്ടാനൊക്കെ ഹെൽപ്പാവും. അപ്പോൾ ഇത് നമ്മൾ കൊക്കോ പൗഡർ അരിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊടിഞ്ഞു വരുമ്പോൾ 1 കപ്പാവും. അതല്ല നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുക. അത് നല്ല ക്ലീനും ഡ്രൈ ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ എടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബീറ്റർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്സിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചാൽ മതിയാവും. 1 മിനിറ്റ് നേരം മിക്സിയിലിട്ടൊന്ന് നന്നായി പതപ്പിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പതിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി പൊടിക്കാത്ത പഞ്ചസാരയും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തരിയുള്ളതായി തന്നെ എടുക്കുക. ഇനി നല്ല ക്രീമി ആവുന്ന വരെ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രീം ആവുന്ന വരെ തന്നെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ക്രീമി ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ക്രീമിയും നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ലോണം ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ബാച്ചായിട്ട് ചേർത്ത് കൊടുത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കുത്തി ഇളക്കരുത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബാറ്റർ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തട്ടി കൊടുക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസൊക്കെ പോയി നല്ല രീതിയിൽ വരുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തട്ടി കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടേക്കുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കാനായിട്ട് വെച്ചത്. അപ്പോൾ അതേ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്ലാസിൻ്റെ മൂടിയാവുമ്പോൾ ഇതിലൊരു ചെറിയ ഹോൾ ഉണ്ടാവും. അപ്പോൾ അത് ഞാനൊരു ചെറിയ കഷ്ണം പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. അതിൻ്റെ എയറൊന്നും പുറത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയി കഴിയുമ്പോൾ കേക്ക് നല്ല രീതിയിൽ ബേക്ക് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അലുമിനിയം പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ കേക്കിൻ്റെ മൂടി ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് നോക്കരുത്. കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോൾ മാത്രമേ തുറന്ന് നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ബേക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. കാരണം പപ്പടക്കോല് കുത്തുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂണോളം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഇരുന്ന് അതൊന്ന് കട്ടയാവും. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിവോൻ്റെ ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും വിപ്പിംഗ് ക്രീം നമ്മൾ എടുക്കുന്നത്. 2 കപ്പോളം നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ലോ ടു ഹൈയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ട് ബീറ്റ് ചെയ്തിരിക്കുക. ഒരു നിശ്ചിത സമയം വെക്കാതെ അത് കറക്റ്റായിട്ട് സ്റ്റിഫ് ആവുന്ന വരെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നൊരു ബീറ്റ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റും കൂടി ഒരു കൂട്ട് തയ്യാറാക്കിയല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് ലെയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് പൊന്തി ഗോപുരം പോലെ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യുകയാണ്. ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് തന്നെയാണ് 3 ലെയറായിട്ട് കട്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നൂല് ഉപയോഗിച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് എളുപ്പം തോന്നിയത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് പഠിച്ചത്. അത് കാരണമാണ് ഞാൻ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് കട്ട് ചെയ്തിരുന്ന ആ ലെയർ എടുത്തിട്ടാണ് ഏറ്റവും ഫസ്റ്റ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ലെയർ വെച്ചതിന് ശേഷം അതിൽ പഞ്ചസാര സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാര സിറപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. ഒരുപാട് നൂൽ പരുവൊന്നും ആവണ്ട, പഞ്ചസാര ഒന്ന് മെൽട്ടായാൽ മതി. എന്നിട്ട് ഒരു സ്പോഞ്ചിന് വേണ്ടത്ര രീതിയിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചതൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ലെയറിലും അതുപോലെ തന്നെ ഐസിങ് ചെയ്യാനൊക്കെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാനൊരു ബിഗിനറാണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഷേപ്പും അതുപോലെ തന്നെ കഴിയുന്ന പോലെയും നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 3 ലെയറും ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ലെയർ വയ്ക്കുമ്പോഴും പഞ്ചസാര പാനി കൊണ്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് ഐസിങ് ചെയ്ത് ഒന്ന് ലെവലാക്കിയിട്ട് അടുത്ത ലെയർ വയ്ക്കുക. അങ്ങനെ 3 ലെയറും ഐസിങ് ചെയ്തെടുക്കുക. ഏകദേശം ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു കേക്ക് 2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്രീമൊക്കെ മെൽട്ടായി വരും. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വരാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ശരിക്കും ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 2 സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ വീണ്ടും മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിന് ഒരു നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടോടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറായപ്പോൾ ഞാൻ ആ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മേളേക്കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചൂടൊന്നും പാടില്ല, ചെറിയ ചൂട് പാടുള്ളൂ. നമ്മുടെ കൈ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ചെറിയ ചൂടിൽ തന്നെ ഈ ചോക്ലേറ്റ് ഗനാഷ് ഈ കേക്കിൻ്റെ മേളേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസ് ആവാനും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം, അങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആവാത്ത ഭാഗത്ത് വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടിയിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ ഈ ചോക്ലേറ്റ് ഒലിച്ചിറങ്ങി നമുക്ക് ഈ ചോക്ലേറ്റ് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പം നമ്മൾ നേരത്തെ ഫ്രീസറിലാണ് ഗനാഷ് ഒഴിക്കുന്നതിന് മുമ്പ് സെറ്റ് ആവാനായിട്ട് വെച്ചത്. ഇനി ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് ഇതിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മിറർ ഗ്ലേസ് കേക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കണ്ണാടി പോലെയുള്ള കേക്കാണ്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതിന് പ്രത്യേകിച്ചൊരു ഡെക്കറേഷൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊരു ഓർഡർ കേക്കായിരുന്നു, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തത്. ഇതാണ് നമ്മുടെ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല സിമ്പിളായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.